എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അതെ, അസിസ്റ്റന്റ് മാനേജർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്നുള്ള പോസ്റ്റിലേക്ക്, എക്സൈസ് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് നടന്ന എക്സാമിൻ്റെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? ആൻസർ സി ആണ്, നാഗാലാൻഡ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണെങ്കിൽ അത് പറയുവാനും നിങ്ങൾ മടിക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമന്റുമാണ് എനിക്കുള്ള ഊർജം. അപ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഏകദേശം 2021 മുതലുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുമായി ഇനി 2023-ലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് വരണ എക്സാംസിന്റെ മാത്രമേ നമുക്ക് ചെയ്യാനുണ്ടാവൂ. അപ്പൊ മോക്ക് ടെസ്റ്റ് ഇപ്പൊ ഒരു 130 കഴിഞ്ഞുണ്ട്. അപ്പൊ എല്ലാ മോക്ക് ടെസ്റ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ PSCയിൽ കിട്ടാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വ്യവസായിക വൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938-ൽ ദേശീയ ആസൂത്രണ സമിതി, ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ആൻസർ ബി, സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1933-ൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ആൻസർ ഡി, ഹരിജൻ യാത്രാ പര്യടനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ആൻസർ എ, പുരാണ ക്വില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വയനാട്ടിലെ കാടുകളിൽ 1812-ലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്? ആൻസർ എ, രാമൻ നമ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ബി, അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? ആൻസർ സി, 1991. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ആൻസർ ഡി, ന്യൂറംബർഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ആൻസർ എ, ജീൻ ജാക്വസ് റൂസോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ആൻസർ ഡി, പോർച്ചുഗീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ആൻസർ സി, കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ല? താദപാനി, നറോറ, പുക, സിംഗ്രൗളി. ആൻസർ ബി ആണ്, 1ഉം 3ഉം ആണ്. താദപാനിയും പുകയും. അതല്ലാത്തതാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? പാരന്റ് റോക്കും രൂപാന്തരപ്പെട്ട പാറയും. ഗ്രാനൈറ്റ്, ഗ്നീസ്, മണൽക്കല്ല്, സിസ്റ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ഷെയ്ല്, സ്ലേറ്റ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ബി ആണ്, മണൽക്കല്ല്, സിസ്റ്റ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർവേ ഓഫ് ഇന്ത്യ SOI ട്രോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ സി, പോളികോണിക്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലും ഭൂകമ്പവും വിനാശകരവുമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ആൻസർ ഡി, ജപ്പാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. ആൻസർ ബി ആണ്, 1ഉം 3ഉം മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആൻസർ സി, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ആൻസർ എ, വിപണി വിലയിൽ GDP അറ്റ പരോക്ഷ നികുതികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ബി, 9ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാ ബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ആൻസർ ഡി, ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? ആൻസർ സി, ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ടുള്ള NEGP-യുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, സൗജന്യ സേവനങ്ങൾ. ആൻസർ ബി ആണ്, 1ഉം 2ഉം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? ആൻസർ ബി, ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50 ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ എ, ജാർഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ബി ആണ്, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെ വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ 31A, 48A, 51A. ആൻസർ ബി ആണ്, 2ഉം 3ഉം ആണ്, 48A-യും 51A-യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്.
ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡെലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം. ആൻസർ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് പ്രധാന മാറ്റങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ആൻസർ ബി, കാർലോസ് അൽക്കാറാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? അഗ്നിസാക്ഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ എ, റസൂൽ പൂക്കുറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ആൻസർ ഡി, 18,426. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ആൻസർ സി, SL പുരം സദാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ആൻസർ എ, S ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം? ആൻസർ ബി, 1924. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ആൻസർ എ, ജി അരവിന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 ഫിഫ ലോകകപ്പിന്റെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ആൻസർ ഡി, ലയൺ സ്കലോനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ബി, മലപ്പുറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഹബ്ബ്, റൂട്ടർ, റിപ്പീറ്റർ, ഗേറ്റ്വേ. ഹബ്ബ് എന്ന് പറയുമ്പോൾ ഏതാണ്? നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുകയാണ് ഹബ്ബ്. ഇപ്പൊ ഡി ആണ്. പിന്നെന്താണ്? റൂട്ടർ എന്നുള്ളത് ഏതാണ്? റൂട്ടർ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ എന്താണ്? റിപ്പീറ്റർ നെറ്റ്വർക്ക് കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യുവാൻ കഴിയും. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം? ആൻസർ സി, കാഷെ മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് എന്താണ്? വെബ് ജാക്കിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വതന്ത്രമായി ആക്സസ് ചെയ്യുവാനും പരിഷ്കരിക്കുവാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു? ആൻസർ ഡി, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്? ആൻസർ ബി, ഗൂഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആൻസർ ബി, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന
പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. സൗരോർജം, കാറ്റുഗതി, ബയോമാസ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ആണ്, സൗരോർജമാണ് അതിനേക്കാൾ സൗരോർജമാണ് ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ളത്. പിന്നെ കാറ്റ് ശക്തിയാണ്, പിന്നെ ബയോമാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ആൻസർ ബി ആണ്, IXPE. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള കൺവെൻഷനുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കുവാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കുവാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് L1 ന്റെ ദൂരം എത്രയാണ്? ആൻസർ എ, ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.